എടാ മോൻ പ്രോമിസ് ഞാൻ ആർക്കും അങ്ങനെ അയക്കാറില്ല. എനിക്കൊരു പെണ്ണ് വേണം. എടാ സീരിയസ്ലി ഒന്നുമില്ലടാ. മൈ ഡിക്കി 9 ഇഞ്ച് ലെങ്ത് ഉണ്ട് ആൻഡ് ബെസ്റ്റ് ലെഫ്റ്റ് കർവ്ഡ് ആണ്. ആ പെണ്ണെ അപ്പൊ അതിനാ പെണ്ണ് കൊടുത്ത മറുപടിയാണ്. ഓ അപ്പൊ ഈ ചെങ്ങനെ മറുപടി വെക്കണേ എന്നാ ആൾക്ക് നല്ലോണം സുഖിച്ച് വരുന്നുണ്ട് അല്ലേ? എനിക്ക് ചാറ്റ് ചെയ്യണം. ഓക്കെ എനിക്ക് നിന്നെ സുഖം തരണം. അച്ചോടാ സുഖിച്ചില്ലേ നല്ലോണം. അപ്പൊ നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗിലെ ഇച്ചായനും കുഞ്ഞാറ്റും തമ്മിലുള്ള ഡിവോഴ്സ് പ്രശ്നം വളരെ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇച്ചായന്റെ കുൽസിത ചാറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പുറത്തു വിട്ടത് മറ്റാരുമല്ല ഷെഫീന ബീവി തന്നെയാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഇനി അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം, എന്നിട്ട് നമുക്ക് വേഗം ആ ചാറ്റിലേക്ക് വരാം. അപ്പോൾ ഒരു കാലത്ത് മലയാളത്തിൽ തന്നെ ഏറ്റവും ടോപ്പിൽ റീച്ചിൽ നിന്നിരുന്ന ഫാമിലി വ്ളോഗേഴ്സ് ആയിരുന്നു ഈ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്. ഇച്ചായൻ കുഞ്ഞാറ്റ എന്ന് പറയുന്ന കപ്പിൾസിന്റെ ചാനലാണ്. ആക്ച്വലി ഇവിടെ കുഞ്ഞാറ്റയുടെ യഥാർത്ഥ പേര് ജിസ്ബി എന്നും ഇച്ചായന്റെ യഥാർത്ഥ പേര് അമൽ എന്നുമാണ്. ഇവർ ഈ ചാനലിന് വേണ്ടി സ്വീകരിച്ച നിക്നെയിം ആണ്. എന്തായാലും ഇവർക്ക് ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട്. മിക്കു എന്നുള്ളതാണ് ആ കുഞ്ഞിന്റെ പേര്. ഇനി ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞത് തൊട്ട് കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് കുഞ്ഞാറ്റ ഒറ്റക്കായിരുന്നു. ഇച്ചായനാണെങ്കിൽ ജോലിയും കൂലിയും ഒന്നും ഇല്ലായിരുന്നു. ഏത് സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് കുത്തിരിക്കലാണ് പുള്ളിക്കാരന്റെ പണി. അതുകൊണ്ട് തന്നെ കുടുംബത്തിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവരലും കുടുംബത്തിലെ വീട്ടുകാര്യങ്ങൾ നോക്കുന്നത് മുഴുവനും കുഞ്ഞാറ്റ ഒറ്റക്കാണ്. ഒരു തരത്തിലും കുടുംബകാര്യങ്ങളിൽ ഇച്ചാൻ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തട്ടിമുട്ടി പോകുന്ന അവസ്ഥയിലായിരുന്നു ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എനിവേ അങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റക്ക് മാൾട്ടയിലേക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള അവസരം വരുന്നത്. ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യമായി അതിനെ കണ്ടുകൊണ്ട് കുഞ്ഞാറ്റ എന്താക്കി നേരെ മാൾട്ടയിലേക്ക് ഫ്ലൈറ്റ് കയറി അവിടെ പോയി നഴ്സിംഗ് പഠനം ആരംഭിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞാറ്റ തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ഞാനും ഇച്ചാനും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള രീതിയിൽ. വേണമെങ്കിൽ പുള്ളിക്കാരിക്ക് അതൊരു കണ്ടന്റ് ആക്കി വീഡിയോ ആക്കി ചെയ്യാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അതിന് പകരം എന്താക്കി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കാര്യം അങ്ങ് ഒതുക്കി. പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നും പുള്ളിക്കാരി പറഞ്ഞിട്ടില്ലായിരുന്നു. ആകെ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഡിവേഴ്സ് ആയി എന്നും പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. അതും പറഞ്ഞ് പുള്ളിക്കാരന്റെ വഴിക്ക് പോയി. പക്ഷെ ഇത് കണ്ട ഇച്ചായൻ എന്താക്കി ഈ അവസരം മുതലാക്കിക്കൊണ്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിന് ഹൈ റേഞ്ച് ഫാമിലി എന്നുള്ള പേര് വിട്ടു. ഇച്ചായൻ അറിയാം ഇപ്പൊ കുഞ്ഞാല് പ്രത്യേകിച്ച് ഒന്നും തുറന്ന് പറയാത്ത സ്ഥിതിക്ക് ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് ആളുകൾ ക്യൂരിയസ് ആയി നിൽക്കുന്ന സമയമാണെന്ന്. അപ്പൊ ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് തന്നെയാണ് ഇച്ചായൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തെന്ന് അറിയോ? എനിക്ക് ചിലത് പറയാനുണ്ട്, അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട്, അമ്മക്ക് മറ്റൊരു ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തമ്മിൽ കൊടുത്ത് വീഡിയോസ് ഇറക്കാൻ തുടങ്ങി. ഇവരെ തമ്മിൽ കണ്ട് എന്താ തോന്നാ ഇവരുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കും എന്നായിരിക്കും വിചാരിക്കുക അല്ലേ? പക്ഷെ ആ തമ്മിലും കണ്ട് ഇവന്റെ വീഡിയോയിലേക്ക് ചാടി കയറി ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റൂല. ഇവർ അച്ഛനും അമ്മയും മകനും കൂടെയുള്ള കുറച്ച് മൊമെന്റ്സ് മാത്രമായിരിക്കും അതിലുണ്ടാവുക. അപ്പൊ ഇവനെ തമ്മിലും കണ്ട് ചാടി കയറി ഇവന് വീഡിയോ ക്ലിക്ക് ചെയ്തവർ ആരായി? അതന്നെ. എന്തായാലും ഇവർ ഇത്തരത്തിലുള്ള ഓരോരോ തമ്മിലുകൾ ഇട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അതിനൊക്കെ ആണെങ്കിലും ലക്ഷക്കണക്കിന് വ്യൂസും കിട്ടാൻ തുടങ്ങി. ഇവന്റെ ചാനലിന് റീച്ച് കൂടാനും തുടങ്ങി. ഇതിൽ കണ്ണ് മഞ്ഞളിച്ച് ഇവൻ എന്താക്കി റീച്ച് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടി ഒരു സാധാരണ നാടകം ഇറക്കി. കുഞ്ഞാറ്റയുടെ വീട്ടുകാരും എന്റെ സ്വന്തം കുഞ്ഞിനെ എന്നെ കാണിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുറെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഇവൻ ഈ സാധാരണ വീഡിയോസ് ഒക്കെ കണ്ട ആൾക്കാർ എന്താക്കി കുഞ്ഞാറ്റയെ പോയി സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതോടെ കുഞ്ഞാറ്റ വെറുതെ ഇരുന്നില്ല. ഇനി ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പബ്ലിക്കിൽ പറയേണ്ട എന്ന് കരുതിയിരുന്ന ആളായിരുന്നു കുഞ്ഞാറ്റ. പക്ഷെ അവന്റെ സാധാരണ നാടകം കണ്ട ആളുകളുടെ സൈബർ അറ്റാക്ക് സഹിക്കാൻ വയ്യാതായപ്പോ കുഞ്ഞാറ്റ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡിവോഴ്സിന്റെ കാരണം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ ഒരു ദിവസം മുമ്പ് ഒരു വീഡിയോ അങ്ങ് ചെയ്തു. ആ വീഡിയോക്ക് ആണെങ്കിലോ 1 മില്യൺ വ്യൂസും കയറി. മെയിൻ ആയിട്ട് പുള്ളിക്കാർ ഡിവോഴ്സിന്റെ കാരണമായി പറഞ്ഞത് ഇച്ചായൻ ഞാൻ ഉണ്ടായിരിക്കത്തിന് അവിഹിതത്തിന് പോയി. അത് പൊക്കിയൊരു സാഹചര്യം വന്നപ്പോ പുള്ളിക്കാരനെ ഡിവേഴ്സ് ചെയ്തു എന്നുള്ളതാണ്. അത് ഡയറക്ട്ലി അല്ല പറഞ്ഞത്, ഇൻഡയറക്ട്ലി ആണ് പറഞ്ഞത്. പക്ഷെ കണ്ടവർക്ക് അതാണ് കാരണം എന്നുള്ളത് കത്തി എന്നുള്ളതാണ്. എന്തായാലും കുഞ്ഞാറ്റ ഈ സത്യം തുറന്നു പറഞ്ഞതോടെ ഇച്ചായൻ എയർല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതോടെ ആളുകൾ എല്ലാവരും കൂടി പോയി ഇച്ചായനെ നല്ല ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ട്രിഗർ ആയ ഇച്ചായൻ എന്താക്കി കുഞ്ഞാറ്റയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞാൻ പലതും പുറത്തു വിടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശാൻ ഭയങ്കര വെല്ലുവിളിയായിരുന്നു. പക്ഷെ ആ വീഡിയോ ഇട്ട് നിമിഷങ്ങൾക്കകം തന്നെ ആശാൻ അത് ഡിലീറ്റ് ചെയ്ത് കേട്ടോ. എന്തായാലും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഷെഫീന ബീവി ഈ ചാനൽ മറ്റു പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തു വിടുന്നത്. ഞാൻ വേണമെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഒന്ന് വായിച്ചു തരാം. എടാ മോൻ പ്രോമിസ് ഞാൻ ആർക്കും അങ്ങനെ അയക്കാറില്ല. എനിക്കൊരു പെണ്ണ് വേണം. എടാ സീരിയസ്ലി ഒന്നുമില്ലടാ. മൈ ഡിക്കി 9 ഇഞ്ച് ലെങ്ത് ഉണ്ട് ആൻഡ് ബെസ്റ്റ് ലെഫ്റ്റ് കർവ്ഡ് ആണ്. ആ പെണ്ണെ അപ്പൊ അതിനാ പെണ്ണ് കൊടുത്ത മറുപടിയാണ്. ഓ അപ്പൊ ഈ ചെങ്ങനെ മറുപടി വെക്കണേ എന്നാ ആൾക്ക് നല്ലോണം സുഖിച്ച് വരുന്നുണ്ട് അല്ലേ? എനിക്ക് ചാറ്റ് ചെയ്യണം. ഓക്കെ എനിക്ക് നിന്നെ സുഖം തരണം. അച്ചോടാ സുഖിച്ചില്ലേ നല്ലോണം. അതിനനുസരിച്ച് ഈ പെണ്ണ് നല്ലോണം പിരികേറ്റി വിടുന്നുണ്ട് അല്ലേ? ബാക്കി വെച്ച് നോക്കാം. ഐ മേക്ക് യു ഹാപ്പി. എന്നാ പെണ്ണെ നത്തിങ് എന്നുള്ള അവസാനം പറഞ്ഞു നോക്കണം. ക്യാൻ യു ഷോ മീ ഫുൾ
ബാക്കി ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. അച്ഛൻ നല്ലോണം സുഖിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇവിടെ ഇവരുടെ ഇച്ചായൻ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നാണ് ഈ ചങ്ങായി ഈ പെണ്ണുമായി ചാറ്റ് ചെയ്തേക്കുന്നത്. ഇവരുടെ ഫാമിലി വ്ളോഗിന്റെ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയക്കും അല്ലെ. മെയിൻ ആയിട്ട് കുറെ കാന്താരി പെണ്ണുങ്ങളായിരിക്കും ഇവർക്ക് മെസ്സേജ് അയക്കുക. കാരണം അങ്ങനത്തെ പെണ്ണുങ്ങളായിരിക്കും ഇവരുടെ വീഡിയോസ് കാണുക. അങ്ങനെയുള്ള പെണ്ണുങ്ങളോട് ഇമാതിരി രീതിയിൽ മറുപടി കൊടുക്കലാണ് ഇവന്റെ പരിപാടി. ഇങ്ങനെ അവൻ എത്ര പെൺകുട്ടികളോട് മെസ്സേജ് അയച്ചിട്ടുണ്ടോ ആവോ, ഇതൊരു സാമ്പിൾ മാത്രം. ഇനി എന്തൊക്കെ പുറത്തു വരാൻ കിടക്കുന്ന അല്ലേ. ഇമാതിരി ഊളത്തരം കാണിച്ചിട്ടാണ് സ്വന്തം ഭാര്യ അത് പൊക്കിയപ്പോൾ ഡിവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സാധാരണ നാടകം കളിക്കാൻ വന്നേക്കുന്നത്. എന്തായാലും ഇവന് കുഞ്ഞാറ്റക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ആ ഡിലീറ്റ് ചെയ്ത വീഡിയോയിൽ ഇവനൊരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കണ്ടോക്കാം. 2019 ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത്. അതും വീട്ടിൽ നിന്ന് ഒരു കാര്യമില്ലാണ്ട് ജസ്റ്റ് എന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ എന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ ഒരു ഭാഗം ഇറങ്ങിപ്പോന്ന ഒരാളാ. ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി വന്ന എന്റെ ഡിഗ്രിക്ക് സപ്ലൈ കിട്ടാൻ കാരണം തന്നെ പോലീസ് സ്റ്റേഷൻ, പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ എത്ര തവണ പോലീസ് സ്റ്റേഷൻ കേട്ടിട്ടുണ്ടെന്നറിയോ? അതെല്ലാം അനുഭവിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ട് ഞാൻ എന്റെ ആഗ്രഹങ്ങളെ വിട്ട് എന്റെ വീട്ടുകാരെ വെറുപ്പിച്ച് എന്റെ ബന്ധുക്കളെ വെറുപ്പിച്ച് ഞാൻ ഒരു വൈദികനാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പള്ളി സെമിനാരിയിൽ വരെ വന്ന് നിന്ന ഒരാളാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ഞങ്ങൾ യാക്കോബിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാം, അതൊരിക്കലും ഒരു തെറ്റല്ല എന്ന് ഓർത്ത് ഞാൻ ആ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ഞാൻ ആ പെണ്ണിന് വാക്ക് കൊടുത്തോണ്ട് എന്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പല വേണ്ടപ്പെട്ട ആൾക്കാരും, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, വേണ്ടപ്പെട്ട ആൾക്കാരും എന്റെ അടുത്ത് പറഞ്ഞു അവള് മരിച്ചാലും അവളെ ചങ്ങലക്കിട്ടാലും അവൾ എന്ത് ചെയ്താലും നീ പേടിക്കേണ്ട കാര്യമില്ല, നിനക്ക് തന്നെ കെട്ടിച്ചു തരുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരിക്കലും കെട്ടിച്ച് നീ അങ്ങനെ അവൾ എന്ത് ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണിന് വാക്ക് കൊടുത്തതാ. ആ വാക്ക് കൊടുത്ത് ഞാനൊരു വൈദികനായിട്ട് ആളുകൾക്ക് സമാധാനം കൊടുക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാവുമോ? ഇല്ല. അതിന്റെ പേരിൽ തന്നെ ഞാൻ ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞാൻ ഒന്നും മേടിക്കാണ്ട് 2019 ഞാൻ നമ്മുടെ പെരുമ്പാവൂർ എന്നെ എത്ര തവണ ഇറക്കി വിട്ടുന്നോ, എത്ര തവണ ഇറക്കി വിട്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കണില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2018 ഞാൻ 19 ഞാൻ രജിസ്റ്റർ ചെയ്ത. എന്നിട്ട് ഹോസ്റ്റലിൽ കാര്യങ്ങൾ എറണാകുളത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പട്ടിയെ പോലെ ഞാൻ എത്തിയിട്ടുണ്ട്. ഈ വേണ്ട ഞാനൊരു കാര്യം പറയാം, ഞാൻ പറഞ്ഞ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളാവും. എനിക്ക് ഒരിക്കലും വരാതെ നാണം കെടുത്തുന്നില്ലാത്തതുകൊണ്ടാണ് ഉള്ള നാണക്കേടുകൾ മൊത്തം ആ പറഞ്ഞ വ്യക്തികൾ പറയുന്ന എല്ലാ സൈറ്റും ഇണ്ടാണ്ട് ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഒതുങ്ങി പോകാൻ നോക്കണേ. ആ എന്നെ ഇങ്ങനെ ഇട്ട് ടോർച്ചറിങ് ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞേ പറ്റൂ. എനിക്ക് അത്രയും വിഷമമുണ്ട്. നീ പ്രത്യേകിച്ചൊന്നും പറയണ്ട. നീ എന്താണ് കാണിച്ചു കൂട്ടിയെന്നുള്ളത് നാട്ടുകാരെല്ലാരും കണ്ട്. ഇനി നീയായിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, പറഞ്ഞേ പറ്റൂ പോലും. നീ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഇതിന്റെ അടുക്ക് നീ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ സെമിനാറിൽ അച്ഛനാവാൻ നിന്ന ഒരാളായിരുന്നു. ഈ പ്രണയം കാണാൻ എനിക്ക് അതിന് സാധിച്ചില്ല എന്നുള്ള രീതിയിൽ ഭാഗ്യം നീ സെമിനാറിൽ അച്ഛനാവാതിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ആ പള്ളിയിൽ വരുന്ന പെൺകുട്ടികളുടെ കാര്യം തീരുമാനമായല്ലേ. നിന്റെ കാമാസക്തി വെച്ചിട്ട് ഞാൻ അവരെ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല. അല്ലാണ്ട് എന്താ ഇവനോടൊക്കെ പറയാ? ഒരു പെണ്ണിനെ ചതിച്ചു വഞ്ചിച്ച് മറ്റുള്ള പെണ്ണുങ്ങളോട് അവീത ചാറ്റിന് പോയതും പോരാഞ്ഞിട്ട് ഇവൻ കിടന്ന് കഥാപ്രസംഗം നടത്താൻ ഞാൻ സെമിനാറിൽ അച്ഛനാവാൻ നിന്നതായിരുന്നു, ഞാൻ ഒരുപാട് ത്യാഗം സഹിച്ചു, ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ. നീ എന്ത് ത്യാഗം സഹിച്ചെന്നായി പറയുന്നത്? മര്യാദക്ക് കുടുംബം പോലും നോക്കാത്ത നീയാണോ വലിയ ത്യാഗത്തിന് കഥ പറഞ്ഞു വന്നേക്കുന്നത്? എന്തായാലും ഇവനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ കുഞ്ഞാറ്റ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തായാലും അന്ന് കേട്ടു. നമ്മളൊരു ഡിസിഷൻ എടുത്തു, എനിക്ക് ഈ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. അല്ലാതെ ഒരാള് ജോലിക്ക് പോയില്ല, അല്ലെങ്കിൽ അയാള് ഇതായി, അതായത് ഒരു സപ്പോർട്ട് ഇല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ അയാളെ കാണാൻ കൊള്ളില്ല, അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരാള് എന്താ പറയാ ഈ ഒരു ഡിസിഷൻ എടുക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ജോലിക്കല്ല വന്നത്, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്കിവിടെ ജോലിയില്ല, നിലവിലിപ്പോ എനിക്ക് ജോലിയില്ല, ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്കിവിടെ പൈസ ആയിട്ടല്ല, ഞാനിവിടെ കട എടുത്തിട്ടാണ് ഇവിടെ കയറി വന്നത്. അപ്പൊ ഈ കട ഞാൻ അടച്ചുകൊണ്ടിരിക്കാനാണ് എനിക്ക് പറ്റത്തുള്ളൂ, അല്ലാതെ അത് അടയ്ക്കണം എന്നുണ്ടെങ്കിലും എനിക്കൊരു ജോലി വേണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ തലയിൽ ഇപ്പൊ ഒരു ഭാരമുണ്ട്, ഒരു വലിയൊരു കടമൊക്കെ ഉണ്ട്. അപ്പൊ ഈ കട അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട്, അതായത് നമുക്കൊരു ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം എന്ന് വിചാരിച്ച് മാത്രമാണ് വന്നത്. ഈ ഒരു പ്രശ്നം നടക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ പുള്ളിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൊസീജിയേഴ്സ് നടന്ന കാര്യം ഞാൻ വന്ന ഏജൻസിക്ക് അറിയാം. അല്ലാതെ ഒറ്റ നിമിഷം കൊണ്ട്, അതായത് ജസ്റ്റ് ഒരു നിമിഷം കൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഞാൻ ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. അതാണ് ഒന്നിലധികം അവസരങ്ങൾ ഇവിടെ ചാന് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ടും അവൻ വീണ്ടും മറ്റുള്ള പെണ്ണുങ്ങളെ ഒലിപ്പിക്കാൻ പോയി എന്നുള്ളതാണ്. എത്രയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് അവസരം കൊടുക്കും അല്ലേ. ഇവിടെ കുഞ്ഞാറ്റ അവസാനം പറഞ്ഞു വെച്ച പോലും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് കുഞ്ഞാറ്റ മാൾട്ടയിലെത്തി അടുത്ത ദിവസം തന്നെ ഇച്ചാനും അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തു എന്നുള്ളത്. അത്രയും കുഞ്ഞാറ്റ ഇച്ചാനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കല്യാണം കഴിഞ്ഞ് വീട്ടുജോലികളും ചെയ്ത് കുടുംബത്തിനുള്ള വരുമാനവും സമ്പാദിച്ച് അങ്ങനെ തുടങ്ങി കുടുംബത്തിന് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ചെയ്ത പെൺകുട്ടിയാണ് ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്നത്. ഭർത്താവിൽ നിന്നും ഒരു സഹകരണവും ആ പെണ്ണിന് ലഭിച്ചിരുന്നില്ല, എന്നിട്ട് പോലും ഒരു പരാജയം ആ പെണ്ണിന് ഉണ്ടായിരുന്നില്ല. ആ ചെക്കന് പൊന്നുപോലെ നോക്കി. അവസാനം മാൾട്ടയിൽ എത്തിയിട്ട് പോലും അവൻ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ പണികളും എടുത്തു. എന്നിട്ടാണ് ഇവളോട് ഇവൻ ഈ ചതി ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ചെല്ലുണ്ടല്ലോ, ഈ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നുള്ളത്. അതാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്.
ഇത്ര നല്ലൊരു പെണ്ണിനെ കിട്ടിയിട്ടും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാന്ന് പറഞ്ഞാണെങ്കിൽ പുണ്യം ചെയ്യണം. കാരണം അത്രയും പുരോഗമനത്തിന് പീക്കിൽ നിൽക്കുന്ന കാലമാണിത് അല്ലേ. വീട്ടുജോലികൾ പോലും പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ മടിക്കുന്ന കാലമാണ്. ഒരു ആണിന് വേണ്ടി ത്യജിക്കാനുള്ളതല്ലേ പെണ്ണിന്റെ ജീവിതം എന്ന് എല്ലാവരും പ്രസംഗിച്ച് നടക്കുന്ന കാലമാണ്. ഈ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഭയങ്കര റയറാണ് അല്ലേ. എന്നിട്ട് പോലും ഇവർ മര്യാദക്ക് നിന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഇമാതിരി ഊളകളെ കയ്യിലായിരിക്കും നല്ല പെണ്ണുങ്ങളൊക്കെ പോയിപ്പെട്ടാ. നല്ല മനസ്സുള്ള ആണുങ്ങൾക്കോ കിട്ടുന്നത് മുഴുവനും ഊള പെണ്ണുങ്ങളെ. ഈ എറിയാവുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ. എന്തായാലും എന്റെ സാധാപ നാടകം ഇതോടുകൂടി അവസാനിച്ച് കിട്ടിയല്ലോ, സന്തോഷം. പക്ഷെ ഇതിനിടയ്ക്ക് ഇവൻ ചെയ്തൊരു കാര്യം അത് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. ഇന്നലെ ഇവൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ തമ്മിൽ ഇങ്ങനെയാണ്: എല്ലാവരുടെയും ആഗ്രഹം പോലെ ഒരു ഫോർച്യൂണർ മേടിച്ചു. എനിക്ക് ഇവന്റെ ഈ തമ്മിൽ കണ്ട സമയത്ത് മറ്റേ പ്രവീൺ പ്രണവിനാണ് ഓർമ്മ വന്നത്. ഇവരിങ്ങനെ ആയിരുന്നല്ലോ, കുടുംബങ്ങൾ തമ്മിലടിക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ട് അത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് പുതിയൊരു ഫോർച്യൂണർ മേടിച്ച്. അതിനുശേഷം പുതിയൊരു പദ്ധതി വരെ രൂപീകരിക്കപ്പെട്ടു അല്ലേ, കുടുംബത്തിനൊരു ഫോർച്യൂണർ പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതേ പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് ആൻഡ് സർവീസിലെ പ്രശ്നേശ് ഇതേപോലെ വീഡിയോസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പാളി പോയി എന്നുള്ളതാണ്. അതിന് പിന്നാലെ ഇതേ പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ഇച്ചായൻ പുതിയൊരു ഫോർച്യൂണർ കാർ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആഹ്ലാദിക്കുകയും ആർമാദിക്കുകയും. നമുക്ക് എന്തായാലും ഇത്ര അയച്ചിരിക്കുക. നമുക്ക് ഇച്ചായന്റെ ഫോർച്യൂണർ ലോഞ്ചിങ് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അവര് വണ്ടി താക്കോല് കിട്ടി പോകട്ടാ. അവരെ ഞങ്ങൾ പോവാണ്. ഇനി വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം. എടേ ഓക്കെ പോടാ. അപ്പൊ കട വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇതേ ഞാൻ വണ്ടിയായിട്ട് ഞങ്ങൾ പോട്ടോ. വണ്ടി അടിപൊളിയാണ് ചേട്ടാ, സൂപ്പർ. നമ്മള് വണ്ടി എടുത്തു. വേറെ സീനും കാര്യങ്ങളും വണ്ടിയൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഒരു ദിവസം ഞാൻ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അമ്മേനെ എടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ ചെല്ലണം. ഇപ്പോൾ ഞാൻ പെരുമ്പാറിന് കുറുക്കോടി കഴിഞ്ഞു. ഓക്കെ, എന്തായാലും വേഗം ചെല്ലാം, അമ്മ കാത്തിരിക്കുന്നുണ്ടാക്കും. എന്നാലും ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇവൻ ഇതുവരെയുള്ള റീച്ച് വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർച്യൂണർ എടുക്കാൻ മാത്രമുള്ള വരുമാനം വരെ വന്നിട്ടില്ല. കൂടി ഇപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ വന്ന് കാണും. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഫോർച്യൂണർ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നത് മിക്കവാറും അടവിനെടുത്തതായിരിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോ ചാനൽ വളർത്തി കൊണ്ടുവന്നിട്ട് വേണം ഇതിന് EMI അടിക്കാൻ. അങ്ങനെ വിചാരിച്ചെടുത്തതായിരിക്കുമല്ലോ ഈ കാറ്. എന്തായാലും മിക്കവാറും ഇപ്പൊ സത്യങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് ചാനലിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കാണും. ഇനി ഇവന്റെ ചാനലിൽ ആൾക്കാർ ഇരുന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന്റെ കാറിന്റെ EMI മിക്കവാറും മൂഞ്ചാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ടാഗ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.